ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മറിയൻ ഡിസൈൻസ്. ഇന്ന് ഞാനൊരു ചെറിയ ഫ്രോക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഫ്രോക്കാണ്. ബിഗിനേഴ്സിന് പോലും ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ അതിൻ്റെ സ്റ്റിച്ചിങ് കാണിച്ചിരിക്കുന്നത്. ഞാനിവിടെ ഒരു കട്ട് പീസ് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഒരു 2 to 3 ഇയർ ബേബീസിന് ഇടാൻ പറ്റുന്ന അളവിലുള്ള ഉടുപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ 1 മീറ്റർ നിങ്ങൾ മെറ്റീരിയൽ എടുക്കുകയാണെങ്കിൽ 1 മീറ്റർ മെറ്റീരിയൽ എടുത്താൽ മതിയാകും. ഇവിടെ ഞാൻ ലൈനിങ്ങും കൂടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ലൈനിങ് 4ആയിട്ട് ഇതുപോലെ മടക്കിയിടുക. ലൈനിങ്ങിന് വിട്ട് കുറവാണ്, നമുക്ക് 34 ഇഞ്ച് അല്ലെങ്കിൽ 32 ഇഞ്ചൊക്കെയാണ് ലൈനിങ് വരുള്ളൂ. അപ്പോൾ നമുക്കതിൻ്റെ താഴെ ഭാഗം വരുമ്പം ഫ്രോക്കും ലൈനിങ്ങും രണ്ടും രണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ നമ്മുടെ നല്ല മെറ്റീരിയലും 4ആയിട്ട് തന്നെ മടക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കാം. ഞാനിവിടെ 4 ഇഞ്ചാണ് ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുത്തത്. അതുപോലെ തന്നെ ആം ഹോളും 4 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ചെസ്റ്റ് അളവ് ഞാനിവിടെ 7 ഇഞ്ചാണ് എടുത്തത്. അതുപോലെ ഷേപ്പ് ഇറക്കം 10 എടുത്തിട്ട് 6.5 ഇഞ്ച് ഷേപ്പ് വണ്ണം അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. നമുക്ക് പിന്നെ ടോട്ടൽ ലെങ്ത്ത് കിട്ടുന്ന അനുസരിച്ച് എടുക്കാം. നമുക്ക് മുട്ടിന് താഴേക്കൊക്കെ പിള്ളേർക്ക് ഇറക്കം വേണമെങ്കിൽ ഒരു 27, 28 ആ റേഞ്ചിലൊക്കെ ഇറക്കം മതിയാകും. അപ്പോൾ നമുക്ക് എത്രയാണോ, ഇപ്പോൾ എൻ്റെ മെറ്റീരിയലിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് ഞാൻ ഇറക്കം അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതുപോലെ താഴെ ഭാഗത്ത് ഇറക്കം എടുത്തിട്ട്, അപ്പോൾ താഴെ ഞാനൊരു ഫ്രില്ലിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ഒരു 2-3 ഇഞ്ചൊക്കെ. അപ്പോൾ അതിനുള്ള ഇറക്കം നമുക്ക് കുറച്ചിട്ട് നമുക്ക് നല്ല മെറ്റീരിയൽ അടയാളപ്പെടുത്തിയതിൽ കൂടെയൊക്കെ കട്ട് ചെയ്ത് എടുക്കാം. ലൈനിങ് നമുക്ക് ടോട്ടൽ ലെങ്ത് എത്രയാണോ വേണ്ടത് അത്രയാക്കി നമുക്ക് നീട്ടിയിടാം കേട്ടോ. അപ്പോൾ ലൈനിങ്ങും നമുക്ക് വിട്ട് കുറവായതുകൊണ്ട് സൈഡ് നല്ല പീസുമായിട്ട് കുറച്ച് ഭാഗം മാത്രം വരെയാണ് ഒപ്പം വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് സൈഡ് അടിക്കുമ്പോൾ അവിടം വരെ ഒരുമിച്ച് തയ്ച്ചിട്ട് ബാക്കി ഭാഗം രണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അവിടെ നമുക്കിതുപോലെ ഞാൻ വെട്ടിട്ട് കൊടുത്ത പോലെ തന്നെ ഒന്ന് വെട്ടിട്ട് കൊടുക്കാം, 2 തയ്യലും ഒപ്പം വരുന്ന എവിടം വരെയാണെന്ന്. ഇനി നമുക്ക് ഫ്രണ്ട് പീസും ബാക്ക് പീസും സെപ്പറേറ്റ് എടുത്ത് വെച്ച് നെക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. ഫ്രണ്ടിൻ്റെ നെക്ക് നമുക്കൊരു 3-3.5 ഇഞ്ച് കൂടുതൽ ചെറിയ കുട്ടികൾക്ക് ഇറക്കം എടുക്കേണ്ട ആവശ്യമില്ല. 1.5 ഇഞ്ച് അകലം എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ തയ്ച്ച് വരുമ്പോഴത്തേക്കും അത് അകലം 2 ഇഞ്ചായിട്ട് മാറിക്കോളും. ടോട്ടൽ 4 ഇഞ്ചായിട്ട് കിട്ടും. അപ്പോൾ 1.5 ഇഞ്ച് അകലവും 3.5 ഇഞ്ച് ഇറക്കവും എടുക്കുക. അതുപോലെ തന്നെ ബാക്ക് നെക്കും സെയിം അകലം തന്നെ എടുക്കുക. 1.5 ഇഞ്ച് അകലം എടുത്ത് 3 ഇഞ്ചൊക്കെ ഇറക്കം എടുക്കുക കേട്ടോ. ഞാനിവിടെ ഓപ്പണിങ് കൊടുക്കണില്ല, അതുകൊണ്ട് 3 ഇഞ്ച് ബാക്കിനൊക്കെ എടുത്തത്. സിബ് കൊടുക്കുകയോ കൊളുത്ത് വയ്ക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ബാക്കിനൊക്കെ നമുക്ക് കുറച്ചും കൂടി കുറച്ചെടുക്കാം കേട്ടോ. ബാക്കി വന്ന മെറ്റീരിയൽ ഞാനിതുപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട്. എനിക്ക് മെറ്റീരിയൽ കുറവായതുകൊണ്ടാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതൊരു 3 പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് അതിൻ്റെ അടിയിലേക്ക് ഫ്രില്ലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് മെറ്റീരിയൽ കൂടുതലുണ്ടെങ്കിൽ അതിൽ കൂടുതൽ മെറ്റീരിയൽ എടുത്ത് ഫ്രില്ലിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു 3 ഇഞ്ച് വീതിയിൽ 3 പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് താഴത്തേക്ക് ചെറിയ ഫ്രില്ലോടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. പിന്നെ സൈഡിൽ നിന്ന് ഷേപ്പ് കട്ട് ചെയ്തെടുത്ത ഭാഗമാണ് ഞാൻ വള്ളി വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ വള്ളിക്ക് ലെങ്ത്ത് കുറവായതുകൊണ്ട് ഞാൻ വേറെ വെട്ട് കഷ്ണം ഇരുന്നതെടുത്ത് ലെങ്ത്ത് അടുപ്പിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ നല്ല മെറ്റീരിയൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മെറ്റീരിയൽ ഉണ്ടാവുമല്ലോ. ഞാനിതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു വെട്ട് കഷ്ണം വെച്ച് തയ്ച്ചെടുക്കുന്നുള്ളൂ. അപ്പോൾ വളരെ സൂപ്പറായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട് നെക്ക് എടുക്കുക, അതിൻ്റെ നല്ല വശത്തേക്ക് നമുക്ക് ലൈനിങ് എടുത്ത് വെച്ച് കൊടുത്ത് നെക്കും ആം ഹോളും എല്ലാം സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ നമുക്ക് സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു ഫ്രോക്കാണ്. കുഞ്ഞു കുട്ടികൾക്ക് സ്ലീവ്ലെസ് ആയിട്ടുള്ള ഫ്രോക്ക് ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക, പിന്നെ 2 ആം ഹോളും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. അപ്പോൾ നമുക്ക് തയ്യൽ തുമ്പ് ഇട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഓരോ അളവ് വരുന്ന ഭാഗം ആ തയ്യലിൻ്റെ അടുത്ത് വരെ ഇങ്ങനെ ഇതുപോലെ വെട്ടി കൊടുക്കുക കേട്ടോ, കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മൊത്തം കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് പുറത്തേക്ക് മറിച്ചിടുമ്പോൾ പൊളച്ചിലില്ലാണ്ട് പൊളഞ്ഞു പോകാതെ നല്ല രീതിയിൽ തന്നെ നെക്ക് കിട്ടും. അപ്പോൾ അത് മൊത്തം 2 ആം ഹോളിൻ്റെ അവിടെ ഷോൾഡറിൻ്റെ ഭാഗവും നെക്കും എല്ലാം മറിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഒരു ഫ്രോക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം, വളരെ പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നുള്ള ഒരു വീഡിയോ ആണിത്. നമുക്കിനി നെക്കും അതുപോലെ തന്നെ ആം ഹോളും ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2 ആം ഹോളും പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.
അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. ഇനി ഫ്രണ്ട് ചെയ്ത പോലെ തന്നെ നമുക്ക് ബാക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ബാക്കിൻ്റെ നല്ല വശത്തേക്ക് ഫ്രണ്ടിൻ്റെ നല്ല വശം ചേർത്ത് കൊടുത്ത് ആം ഹോളിൻ്റെ അവിടെയും നെക്കിൻ്റെ അവിടെയും നമുക്കത് തയ്ച്ചെടുക്കാനുള്ള തയ്യൽ തുമ്പ് എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ട് ഈ പീസ് ഒന്ന് വെച്ചടിച്ച് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ലൈനിങ് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് രണ്ട് സൈഡിലും ഷോൾഡറിൻ്റെ അവിടെ രണ്ട് സൈഡിലും ആം ഹോളിൻ്റെ അവിടെ വെച്ചടിക്കാനുള്ള തയ്യൽ തുമ്പും ഇടണം. നെക്കിന് അവിടെയും ഇട്ട് കൊടുക്കണം കേട്ടോ. അതിന് ശേഷം ഇതുപോലെ നമ്മുടെ ഫ്രണ്ട് പീസയിൽ കൊള്ളാത്ത രീതിയിൽ തയ്യൽ തുമ്പ് അഡ്ജസ്റ്റ് ചെയ്തെടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമുക്ക് ആ ഫ്രണ്ട് പീസ് ഉള്ളിലേക്ക് പയ്യെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് നെക്കും അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഒത്തിരി പണിയില്ലാണ്ട് പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്കിങ്ങനെ ഒരു ഉടുപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. തയ്യൽ അറിയില്ലാത്ത കൂട്ടുകാർക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മോഡലാണിത്. അപ്പോൾ നമുക്ക് അതുപോലെ നെക്ക് ചെയ്ത പോലെ തന്നെ ഇപ്പുറത്തെ ഹാമോളും ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട് പീസയിലേക്ക് സ്റ്റിച്ച് കൊള്ളാതെ ഒന്ന് നോക്കാമെന്ന് മാത്രമേ ഉള്ളൂ ശ്രദ്ധിക്കാൻ. നമ്മൾ കട്ടിട്ട് കൊടുക്കുക. എല്ലാ വളവ് വരുന്ന ഭാഗങ്ങളും നമുക്ക് കട്ടിട്ട് കൊടുക്കണം. അതിന് ശേഷം നമുക്കിത് മറിച്ചെടുക്കാം. അപ്പോൾ മറിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നെക്കിൻ്റെ സ്റ്റിച്ചിങ്ങും ആം ഹോളിൻ്റെ സ്റ്റിച്ചിങ്ങും പെർഫെക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആം ഹോളിൻ്റെ അവിടെ ഒന്ന് പൈപ്പിംഗ് ഇടുകയോ അങ്ങനെ ഒന്ന് ക്രോസ് വെച്ച് അടിച്ചെടുക്കുകയോ ഒന്നും ചെയ്യണ്ട. ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ബാക്കിൻ്റെ ഫ്രണ്ടിൻ്റെ ചെയ്ത പോലെ തന്നെ ബാക്കിൻ്റെ ആം ഹോളും നെക്കും ഒക്കെ ഒന്ന് പതിച്ച് കൊടുക്കുക. പതിച്ച് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഷോൾഡറിൻ്റെ മുകളിൽ കൂടെ ഒന്ന് പതിച്ച് കൊടുക്കാം. ഇനി ബാക്കിൽ ഓപ്പണിംഗ് ഇട്ടൊക്കെ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം കേട്ടോ. അപ്പോൾ നെക്ക് വലുതായിട്ട് അത്യാവശ്യം വലുതായിട്ട് എടുത്തുകൊണ്ട് നമുക്ക് തലയിൽ കൂടെ തന്നെ പിള്ളേരുടെ ഉടുപ്പ് ഇട്ടോളും. പിന്നെ വള്ളി കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് ഷേപ്പ് ചെയ്ത് കെട്ടാൻ പറ്റും. അപ്പോൾ അത്രയും സ്റ്റിച്ചിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉടുപ്പിൻ്റെ വള്ളി അടിച്ചെടുക്കാം. അപ്പോൾ വള്ളിക്ക് എനിക്ക് ലെങ്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു വള്ളിയിലേക്ക് ലെങ്ത് അഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം അഴിപ്പിച്ചെടുത്തിട്ട് പീസ് രണ്ടായിട്ട് മടക്കി കൊടുത്തിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീതിയുള്ള ഭാഗം വള്ളിയുടെ അറ്റത്ത് വരാൻ പാകത്തിന്, വീതി കുറഞ്ഞ ഭാഗം ഫ്രോക്കിലേക്ക് സ്റ്റിച്ച് ചെയ്യാൻ പാകത്തിന് വെക്കുക. വള്ളിയുടെ അറ്റ ഭാഗം വിടർത്തി വെച്ച് കൊടുത്ത് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അത് മറിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ കോണായിട്ട് ഒന്ന് ചെരിച്ച് അടിച്ചെടുക്കണം കേട്ടോ. അതിന് ശേഷം നമുക്ക് ആ ഷേപ്പ് കട്ട് ചെയ്ത പോർഷൻ ഉണ്ടല്ലോ 10 ഇഞ്ചിൻ്റെ അവിടെ, ആ ഭാഗത്തായിട്ട് വള്ളി ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വെക്കുക. രണ്ട് സൈഡിലും വള്ളി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് രണ്ട് സൈഡും ജോയിൻ ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ജോയിൻ ചെയ്ത് എടുക്കുമ്പോൾ സൈഡ് രണ്ടും രണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അപ്പോൾ ആദ്യമേ സൈഡ് അടിച്ച് വരുമ്പോൾ നമുക്ക് എവിടം വരെയാണോ നമ്മുടെ ലൈനിങ്ങും നല്ല മെറ്റീരിയലും ഒപ്പം ഉള്ളത് അവിടം വരെ ഒപ്പം തയ്ച്ചതിന് ശേഷം അത് കഴിഞ്ഞിട്ട് താഴത്തേക്ക് തയ്ക്കുമ്പം ഉള്ളിലേക്ക് നമ്മുടെ നല്ല പീസ് മാറ്റിയിട്ടതിന് ശേഷം ലൈനിങ് മാത്രം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആ വെട്ടിട്ട് കൊടുത്തതിൻ്റെ അവിടെ നിന്ന് തൊട്ട് നമുക്ക് ലൈനിങ് മാത്രമാണ് നമ്മൾ തയ്ക്കുന്നത്. അത് കഴിഞ്ഞ് രണ്ടാമത് ഒന്നുകൂടി തയ്ച്ച് ആ സ്റ്റിച്ചിൻ്റെ തൊട്ടിപ്പുറത്തേക്ക് ആക്കിയിട്ട് സ്റ്റിച്ച് ഒന്നിട്ട് കെട്ടിട്ട് കൊടുത്തിട്ട് അതൊന്ന് നമുക്ക് ലൈനിങ് മാറ്റി കൊടുത്ത് നല്ല പീസിലേക്ക് നമുക്ക് ആ പൊക്കി നോക്കുമ്പോൾ ആ സ്റ്റിച്ച് എവിടം വരെയാണ് വന്നേക്കുന്നതെന്ന് അറിയാൻ പറ്റും. അപ്പോൾ നല്ല പീസിലേക്ക് ഒന്ന് സ്റ്റിച്ചാക്കി കൊടുക്കുക. അപ്പോൾ അങ്ങനെ നമുക്ക് ലൈനിങ്ങും നല്ല പീസും രണ്ടായിട്ട് സ്റ്റിച്ച് എടുക്കുക. അപ്പോൾ ലൈനിങ്ങൊക്കെ വിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെയാണ് സാധാരണ എല്ലാ ഡ്രസ്സിനും ചെയ്തെടുക്കാറ്. ഇനി നമുക്ക് അടിഭാഗം ഒന്ന് ലെവൽ നോക്കി കൊടുക്കാം. താഴ്ഭാഗം ഒരു സൈഡ് ഒരു ഇച്ചിരി ഓപ്പണാക്കി ഇടണം കേട്ടോ. നമുക്ക് ഫ്രില്ലിട്ട് കൊടുക്കാനുണ്ടല്ലോ. അപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന ഫ്രില്ലിൻ്റെ മെറ്റീരിയലെല്ലാം ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം ഒരരിക് ചെറുതായിട്ട് മടക്കിയടിച്ച് കൊടുക്കുക കേട്ടോ. വീതി കുറഞ്ഞ് മടക്കിയടിച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഫ്രോക്കിൻ്റെ അടിഭാഗത്തേക്ക് ഈ മെറ്റീരിയൽ വെച്ച് കൊടുത്ത് ഫ്രില്ലിട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യം ഫ്രില്ലിട്ട് വെച്ച് അളവിനാക്കി എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവരെ അങ്ങനെ അറിയാമെങ്കിൽ അങ്ങനെ ചെയ്യുക. ഞാൻ മെറ്റീരിയൽ വെച്ച് കൊടുത്തിട്ട് ഫ്രില്ലിട്ട് കൊടുത്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ലെങ്ത്ത് വേണ്ടതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഫ്രിൽസ് ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ മൊത്തം ഫ്രിൽസ് ഇട്ട് ആ ചെറിയ പീസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇത് ലെങ്ത്ത് കുറഞ്ഞ ഫ്രില്ലായതുകൊണ്ട് ഭംഗിയിൽ നൂർന്ന് കിടക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ തയ്യൽ തുമ്പ് മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു 1/4 ഇഞ്ച് അകലത്തിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഫ്രില്ല് താഴത്തേക്ക് തന്നെ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് തന്നെ കിടന്നോളും. അതിനുശേഷം നമുക്ക് സൈഡ് കുറച്ച് ഭാഗമല്ലേ ജോയിൻ ചെയ്യാനുള്ളൂ, ആ ഭാഗം കൂടെ ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഹെമ്മിങ്ങിൻ്റെ പരിപാടി അങ്ങനെ ഒന്നുമില്ല. വളരെ എളുപ്പത്തിൽ തന്നെ ഈ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് ലൈനിങ് ആണുള്ളത്. ലൈനിങ്ങിൻ്റെ അടിഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ട്
മടക്കി അടിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിങ്ങനെ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കുട്ടികൾക്ക് കോട്ടൻ്റെ മെറ്റീരിയലൊക്കെ എടുത്തിട്ട് ഒന്ന് റഫായിട്ട് യൂസ് ചെയ്യാനൊക്കെ നല്ല ഭംഗിയിൽ യൂസ് ചെയ്യാനൊക്കെ പറ്റിയൊരു ഫ്രോക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനിയും പുതിയ മോഡൽസും വീഡിയോസൊക്കെ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.